അതെ, ഓണപ്പരിപാടിയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇച്ചിരി മീൻ കറിയും കൂട്ടി ചോറിന് തോന്നിയിട്ട് ഗൈസ്. അപ്പോൾ അതേ മീനിന് പോയിട്ട് മീൻ കിട്ടിയില്ല, ചെമ്മീനാണ് കിട്ടിയത്. ചെമ്മീനെങ്കിൽ ചെമ്മീൻ, തൽക്കാലം ചെമ്മീൻ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതേ നന്നായിട്ട് കഴുകിയിട്ട് ചെമ്മീൻ കിള്ളിയെടുക്കാം. ഞരമ്പൊക്കെ വലിച്ച് കളയാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി പുരട്ടി വെക്കാം കേട്ടോ. കാരണം ഞാൻ ഒന്ന് പതിയെ ഫ്രൈ ആക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പിന്നെ അതിന് വേണ്ട സാധനങ്ങളെല്ലാം കൂടി നമുക്ക് അരിഞ്ഞെടുക്കാം. പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചെമ്മീൻ വറുത്തെടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച് 1-2 കത്തിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. കത്തി കൊള്ളാം, നല്ല അടിപൊളി കത്തിയാണ്, നല്ല മൂർച്ചയൊക്കെ ഉണ്ട്. കാരണം എനിക്ക് അടുക്കളയിലൊക്കെ നല്ല നല്ല കത്തി വേണം. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഒരെണ്ണം മേടിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുക്കാനാണ്. എന്നിട്ട് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയപ്പോഴേക്ക് നമുക്കത് മതിയെ മാറ്റിയിട്ട് നമുക്കതിലോട്ട് തന്നെ ആ പാനിലോട്ട് തന്നെ ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഈ അരിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ നന്നായി വഴറ്റാം. തക്കാളിയും കൂടി ഇട്ട് വാടി വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ചെമ്മീൻ അതിലോട്ടിടാം കേട്ടോ. അപ്പം റോസ്റ്റ് ആക്കേണ്ടവർക്ക് ആക്കാം. ഞാൻ വേറെ ചാറില്ലാഞ്ഞതുകൊണ്ട് ഇത്തിരി ഗ്രേവി ആയിട്ടാണ് കേട്ടോ ഗൈസ് എടുത്തേക്കുന്നത്.